എനിക്ക് ഒരേ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ സർവേശ്വര ആ മനുഷ്യന് ഒരു കുഴപ്പവും ഉണ്ടാകാതെ. പുള്ളി എൻ്റെ വലിയ ഭയങ്കര കാര്യം. പുള്ളി തൊടുപുഴ വരും, ഇവിടെ പാലായിൽ തൊടുപുഴ ആയിരിക്കും പുള്ളിക്ക്. ചില ഹോട്ടലുണ്ട്, കൊച്ചിയിലുണ്ട്. അവിടെ ചിലപ്പോൾ ചാലിപ്പല്, പുള്ളി പ്രത്യേകിച്ച് ചാലിപ്പല് എന്ന് വിളിക്കും. ചിലപ്പോൾ നാളെ ഉയർത്തെഴുന്നേറ്റ് വരും. യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തില്ലേ, അതുപോലെ ചിലപ്പോൾ വരും അമ്പിളിച്ചേട്ടൻ. പുള്ളി മനസ്സിലായില്ല. ഞാൻ ചെന്നപ്പോഴേ ഒന്നും ഇങ്ങനെ ചാടിയൊന്നുമില്ല. ഒന്ന് നോക്കി അമ്പിളിച്ചേട്ടാ, ഞാൻ ചാലിപാല. ഓ വെച്ച് ഭയങ്കര സന്തോഷമായി. അവിടെ ഏത് മദ്യം വേണമെങ്കിലും കിട്ടും, പക്ഷെ മദ്യമല്ല, സിനിമ. എൻ്റെ കുഞ്ഞുനാളിലും സിനിമയുള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ, മരണം വരെയും. ദിലീപ് എൻ്റെ ഭയങ്കര ചങ്കല്ലേ, അയ്യോ എത്ര പടം ഞാൻ ദിലീപായിട്ട്. പക്ഷേ ഞാൻ ചിലപ്പോൾ പുള്ളിക്ക് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പല പ്രാവശ്യം വിളിച്ചപ്പോൾ പുള്ളി എടുക്കുന്നില്ല, അത് ബ്ലോക്കാക്കി. എൻ്റെ കുഴപ്പമല്ല. അയ്യോ അതൊന്നും ഞാൻ പറയാം. എനിക്ക് ഒരേ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ സർവേശ്വര ആ മനുഷ്യന് ഒരു കുഴപ്പവും ഉണ്ടാകാതെ. അതേ ഉള്ളൂ പറയാൻ. പറഞ്ഞു വന്നപ്പോഴേ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാം. ഒരു രസകരമായ ഒരു കാര്യമാണ്. ഞാൻ രഞ്ജിത്ത് ഏട്ടൻ്റെ പടത്തിൽ നമ്മുടെ പ്രൊഡ്യൂസർ രഞ്ജിത്താണോ? അതെ. അതല്ല പുള്ളി അല്ല, മറ്റേ രഞ്ജിത്ത് ഏട്ടൻ്റെ പടത്തിൽ പ്രാഞ്ചിയേട്ടൻ, സോറി ഓർമ്മക്കുറവുണ്ടതാ. പ്രാഞ്ചിയേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലോസ് എടുക്കുക, മമ്മൂക്ക തൊട്ടടുത്ത് പ്രൊഫൈൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേനും എൻ്റെ ക്ലോസാണ് എടുക്കുന്നത്. എന്നോട് പറഞ്ഞു, രഞ്ജിയേട്ടൻ പറഞ്ഞു, ആദ്യം ഒരു റിഹേഴ്സലെടുത്തു. എൻ്റെ ഈ പിരിക അറിയാതെ കണ്ട് പൊങ്ങിപ്പോയി. അപ്പോൾ എന്നോട് രഞ്ജിത്തേട്ടൻ പറഞ്ഞു, ചാലി പിരികം പൊക്കണ്ട, അല്ലാതെ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ എന്നോട് അത് കഴിഞ്ഞപ്പം മമ്മൂക്ക വന്നു. മമ്മൂക്ക ഉണ്ട് പ്രൊഫൈലിലാണ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പുള്ളി അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഞാൻ, എൻ്റെ മമ്മൂക്ക, എൻ്റെ ആകെപ്പാടെ ഈ ശരീരത്ത് പൊങ്ങുന്നത് പിരിക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പൊങ്ങിയാല. ഇത് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ബിജുമേനോൻ വരണം. ബിജുമേനോൻ അടുത്ത ഷോട്ടിലുണ്ട്. എടാ ബിജു, മമ്മൂക്ക വിളിച്ചു. എടാ ബിജു, ചാലി പറഞ്ഞാ കേട്ടോ, ചാലിയുടെ ശരീരത്തിൽ പൊങ്ങുന്നത് പിരികം മാത്രമേ ഉള്ളൂ, ബാക്കി എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇൻഡസ്ട്രി മുഴുവൻ അങ്ങായി. കുറെ ടിന്നിറ്റോമായി ഇത് പരത്തേത്. അത് കുഴപ്പമില്ല. വന്നില്ല എന്നല്ല, തന്നില്ല എന്നുള്ള. വരും നമ്മളെ തേടി വരട്ടെ, വന്നില്ല വേണ്ട. എന്നാലും സ്നേഹബന്ധങ്ങൾ എന്നും തുടരുക. ഞാൻ എവിടെയാണേലും ആര് മരിച്ചാലും പോകുന്നതാണ്. ഈ ചെറിയ ആൾക്കാർ പോലും, ഈ ചെറിയ ആർട്ടിസ്റ്റുകൾ പോലും മരിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും മരിച്ചാൽ ഞാൻ ഓടിയെത്തും. അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ചിലപ്പോൾ ചിലയിടത്ത് എല്ലായിടത്തും നമുക്ക് ഓടിയെത്താൻ പറ്റത്തില്ല. പ്രൊഡ്യൂസർ രഞ്ജിത്തിനെ പരിചയമുണ്ടോ? എങ്ങനെയാണ്? പിന്നെ എത്രയോ കാലം മുമ്പ് അറിയാം. പക്ഷെ പുള്ളി വിളിച്ചില്ല പടത്തിൽ. അതല്ല, ഞാൻ പറഞ്ഞില്ലേ ചിപ്പി എന്ന് രണ്ടാമത് അഭിനയിക്കുന്ന പടം സ്ഫടികമാണ്. രഞ്ജിത്തിൻ്റെ ഭാര്യ. എന്നവരൊന്നും ഇത് വായിട്ടില്ല, അത് ഞാൻ കിട്ടുന്നത്. അവരാദ്യം പതേ എന്ന് പറഞ്ഞ പടത്തിലാണ്, ഭാരതേട്ടൻ്റെ പടത്തിൽ. രണ്ടാമത് വരുന്ന ഭദ്രഞ്ചേട്ടൻ്റെ പടത്തിൽ. ഭയങ്കര ഇഷ്ടമായി. തിലകൻ ചേട്ടൻ എൻ്റെ ജീവനാണ്. എന്നെ വലിയ കാര്യമാണ്. ആ പുള്ളിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒത്തിരി പറഞ്ഞു. അതൊക്കെ ഒരു ഇൻ്റർവ്യൂ തീരുകയില്ല. ഭദ്രൻ സാറിൻ്റെ പടം ഇടനാളിലൊരു കാലത്ത, അതിലൊക്കെ അഭിനയിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അറിയുമോ? അതങ്ങനെയാണ്. പക്ഷെ ആ പുള്ളിയും അവരുടെ മക്കളൊക്കെ ആയിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ക്ഷമിയാതെ, ശോഭിയതെ, അവരൊക്കെ ഞാൻ ദ ഗ്രേറ്റ് മാൻ. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവാണ് അദ്ദേഹം. അതിൻ്റെ ഏതാ പറയാനൊരു അതിനപ്പുറത്ത് എനിക്ക് മലയാളം പോലും അറിയില്ല. ലോക സിനിമയിൽ അങ്ങനെ ഒരാളെ കാണിക്കാൻ കഴിയില്ല, അതുപോലെ അഭിനയിക്കുന്ന. അതുപോലെ തന്നെയാണ് നമ്മുടെ ലാൽ സാർ.
ഞാൻ പറഞ്ഞ ഇന്ത്യൻ സിനിമയിലല്ല. ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹത്തെ പോലെ ഒരു ആർട്ടിസ്റ്റ് വേറെ ഇല്ല. മോഹൻലാൽ ഗ്രേറ്റ്, എല്ലാവരും ഗ്രേറ്റ്, ആരും മോശമാണെന്നല്ല ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ ജഗദീഷ് ശ്രീകുമാറുമായിട്ടൊക്കെ അഭിനയിക്കുന്നു. ഷോ പുള്ളി എൻ്റെ വലിയ ഭയങ്കര കാര്യം. പുള്ളി തൊടുപുഴ വരും. ഇവിടെ പാലായിൽ തൊടുപുഴ ആയിരിക്കും പുള്ളിക്ക്. ചില ഹോട്ടലുണ്ട്, കൊച്ചിയിലുണ്ട്. അവിടെ ചിലപ്പോൾ ചാലിപ്പല്, പുള്ളി പ്രത്യേകിച്ച് ചാലിപ്പല് എന്ന് വിളിക്കുന്നത്. ഞാനവിടെ ഉണ്ടായിരിക്കും പുള്ളിയുടെ കൂടെ എല്ലാത്തിനും, എന്തിനും. പക്ഷെ നമ്മൾ തകർന്നു പോയതാണ് ആ മനുഷ്യൻ്റെ ആ ദുരന്തം. പക്ഷെ ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ജീവിച്ചിരിക്കും. ഞങ്ങൾ അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ച് കണ്ടു. അല്ല, സിനിമയിൽ നഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നാളെ ഉയർത്തെഴുന്നേറ്റ് വരും. യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തില്ലേ, അതുപോലെ ചിലപ്പോൾ വരും അമ്പിളിച്ചേട്ടൻ. അമ്മയുടെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു, ഞാൻ ചെന്നു. പുള്ളിയുടെ മോനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വലിയ വന്ന് കാര്യം സംസാരിച്ചു. ഞങ്ങൾ തൊട്ടടുത്തടുത്ത്. എനിക്ക് പുള്ളിയുടെ ബാക്കിൽ നിന്നാണ് കണ്ടത്. പുള്ളി മനസ്സിലായില്ല. ഞാൻ ചെന്നപ്പോഴേ ഒന്നും ഇങ്ങനെ ചാടിയൊന്നുമില്ല. ഒന്ന് നോക്കി അമ്പിളിച്ചേട്ടാ, ഞാൻ ചാലിപാല. ഓ വെച്ച് ഭയങ്കര സന്തോഷമായി. 2 പേരാ, ശ്രീനിയേട്ടനും അമ്പിളിച്ചേട്ടനും എന്നെ ഏറ്റവും ഫീൽ ചെയ്യിച്ച ഒരു സംഭവം. അപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നോട് ഞാൻ പറഞ്ഞ് സംസാരിച്ചു. ഇവിടെ മരിയാസാനം എന്ന് പറഞ്ഞ ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അനാഥകർക്ക്, ഒത്തിരി പേർക്ക് ആശ്രിതരായിട്ടുള്ള മാനസിക രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ, മരിയാസാനം. ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. മരിയാസാനത്തിനുണ്ട് ഒത്തിരി ചെയ്തിട്ടുള്ള ആളാണ് സന്തോഷ് ബ്രദർ. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്തോഷ് ബ്രദർ ഞങ്ങളോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അല്ല ഞാൻ ചോദിക്കട്ടെ, എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? നിങ്ങളോടോ ആരോടോ? എത്ര മക്കളുണ്ട്? ആ 2 മക്കൾ ഏത് കൊച്ചിനുണ്ടോ കൊച്ചിന് ഇഷ്ടം, സ്നേഹം കൂടുതൽ? അതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ, ചെറുതോ വലുതോ പോസ്റ്റ്മാനോ എന്തോ ആയിക്കോട്ടെ. അതാണ് ഞാനൊന്നുമല്ല. പക്ഷെ ഞാനാകുമെന്നെങ്കിലും അത് വന്നിട്ടേ ഞാൻ പോകും. അല്ലാതെ എനിക്ക് മക്കൾ നമ്മളിൽ തിരിച്ചു വരില്ല. നമ്മുടെ കഥാപാത്രങ്ങൾ, നമ്മൾ ചെയ്യുന്ന ദുഷ്ടനായിക്കോട്ടെ, വില്ലനായിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ആ മണ്ഡലത്തോട്, ആ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന നീതി പുലർത്തണം. അതാണ് മനുഷ്യൻ, അല്ലേ? അതാണ് ചാലിപാല. പുതിയ നടന്മാർ കൂടുതൽ പ്രതീക്ഷയോടെ 3 പേരുടെ പേര് പറയാൻ പറഞ്ഞു. ആരെയും പറയാം. അല്ല, ഞാൻ മറ്റു 2 പേരോട് നമ്മളോട് വണക്കം തോന്നുന്നില്ലേ? അതുകൊണ്ടല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാത്. കാരണം എന്നാ അറിയാം, എനിക്ക് ഇപ്പോഴത്തെ ഈ ഉള്ള ആൾക്കാരുമായിട്ട് എനിക്ക് പിണക്കമില്ല. അവരൊക്കെ ഭയങ്കരമാണ്. ഇപ്പം ബേസിൽ ജോസഫൊക്കെ ഭയങ്കര അതിഭയങ്കരമായിട്ട് ചെയ്തു. എനിക്ക് അവരെ കാണാൻ പോലും പറ്റിയിട്ടില്ല. നമ്മൾക്ക് നമ്മുടെ അറിവിൽ, നമ്മുടെ അനുഭവത്തിൽ ഇവരെ ആരെയും എനിക്ക് കിട്ടാറുമില്ല. അവരൊപ്പം എനിക്കൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. ഞാനെന്താണെന്ന് അവർക്കറിയില്ല, പക്ഷെ അവരെന്താണെന്ന് എനിക്കറിയാം. കാരണം അതെ, നമ്മളതിൻ്റെ അകത്ത് എപ്പോഴും സ്റ്റഡി ചെയ്യല്ലേ. പക്ഷെ ആരും, ഒരു കലാകാരന്മാരും ചെറുതല്ല, അവരെ വലുതുമല്ല, ചെറു. അവരെക്കാളും വലുത് ഇനി വരാതിരിക്കുന്ന തലമുറ വരട്ടെ, എല്ലാവരും വരട്ടെ. ഈ 5 മാസത്തെ കാനഡയിലെ ജീവിതം കുറേ പടങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? അടിപൊളിയാണ് അവിടുത്തെ ജീവിതം. എൻ്റെ മക്കളെ അവിടെ അല്ല, അതിനകത്തൊരു വലിയൊരു പ്രത്യേകത ഉണ്ട്. 5 മാസം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ അവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്, അടിപൊളിയാണ്. ഞാൻ 160 സിനിമകളും കണ്ടു അവിടെ പോയിട്ട്. രാത്രിയിൽ ഉറക്കമില്ല. 4 മണി 5 മണിയാകുമ്പോൾ എൻ്റെ മോള്, അപ്പച്ചാ ഇന്ന് കിടക്കപ്പച്ചാ, രാത്രി ഇങ്ങനെ ഇരുന്നേ. അവിടെ ഏത് മദ്യം വേണമെങ്കിലും കിട്ടും, പക്ഷെ മദ്യമല്ല, സിനിമ. എൻ്റെ കുഞ്ഞുനാളിലും സിനിമയുള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. മരണം വരെയും ശവപ്പെട്ടിക്കകത്ത് വെക്കുന്ന തലവണ്ണ എന്നാണെന്നറിയോ? സിനിമ അതേ ഉള്ളൂ. അതൊന്നും നടക്കുകയല്ലേലും. അതൊന്നും ആരും അറിയണമെന്നില്ലെന്നേ.
ഞാൻ അത്ര കുഞ്ഞുനാൾ നമ്മൾ 5 വയസ്സിൽ ഞാൻ വന്നതല്ലേ. പക്ഷെ അതിനുള്ളൊരു പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക്. അത് സാരമില്ല. ജനങ്ങളുടെ സ്നേഹം ധാരാളം കിട്ടും. അയ്യോ സ്നേഹം കൊണ്ട് ഇത് കൊണ്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അവാർഡ് പോലെ ഏറ്റുവാങ്ങുക. പിന്നെ അതും സാരല്ലെന്നേ. നമ്മൾ എന്തെങ്കിലും മോനെ എവിടെയെങ്കിലും ഒന്ന് എത്തിയെങ്കിൽ അന്ന് ഈ നാടിനോടും എൻ്റെ കുരിശുപള്ളി മാതാവിനോടും ഈ ഒഴുകുന്ന മീനച്ചിലാറിനോടും അതിൻ്റെ ഓളങ്ങളോടും നന്ദിയുള്ളവനാണ് ഞാൻ. പിന്നെ നാട്ടുകാരോടും എല്ലാവരോടും എനിക്കാരോടും പിണക്കമില്ല, പരാതിയില്ല, പരിഭവമില്ല. ഞാൻ മാത്രം. സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. എത്രയോ വലിയ ഇപ്പം സിനിമയിൽ കുറേ ഞാനൊക്കെ ഒത്തിരി പ്രായമായി വലിയത്. പക്ഷെ ഞാൻ ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കാത്ത ആൾക്കാരില്ല മോനെ. അതൊരു ഭാഗ്യം മാത്രമല്ല. ദാസേട്ടൻ്റെ കാര്യം പറയുന്നൊരു പുണ്യമല്ലേ. ഇവരൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരോടൊപ്പം ഒരു പാസിംഗ് ഷോട്ടിൽ വന്നാൽ അതൊരു പുണ്യവും. ഞാനത് കാണുന്ന ഒരാളാണ്. ഞാൻ പണം കണ്ടിട്ടല്ല ഇത് അനുഭവിക്കുന്നത്. നിർവൃത്തി നമ്മളൊരു സിനിമയിൽ ഒരു ചെറിയൊരു ഷോട്ട് ചെയ്താവട്ടെ, അതിൽ നീതി പുലർത്തിയോ സമയമായി എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ഏറ്റവും ചെറിയ റോൾ. എന്താണെന്നറിയോ? അത് ഒരു പോലീസുകാരൻ അവരുടെ നായികയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വരുമ്പം ഈ സമയമായി കഴിയുമ്പോൾ പറയുന്നൊരു പോലീസുകാരനുണ്ട് അവിടെ. തണ്ട ജയിലിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാലൊക്കെ മതി. അതിൽ പോലും നിർവൃതി അടയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വേഷം തന്ന ഷാജി കൈലാസ് സാറ്, നമ്മുടെ ജോഷി സാറ്, ഏറ്റവും വലുത് എൻ്റെ ഭദ്രൻ സാറാണ്. ഇത് കഴിഞ്ഞ് ഒത്തിരി പേര്, സി വി മലയിൽ സാർ, ഒത്തിരി പേരുണ്ട്. ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ ഇത് തീരില്ല, ഈ എപ്പിസോഡ് തീരില്ല. അപ്പം എല്ലാവരോടും എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും. ഞാനൊന്നും പറയാനില്ല ഇവരുടെയൊക്കെ അടുത്ത്. അവരൊക്കെ വലിയവരാ. ദിലീപിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ദിലീപ് എൻ്റെ ഭയങ്കര ചങ്കല്ലേ. അയ്യോ എത്ര പടം ഞാൻ ദിലീപായിട്ട്. പക്ഷേ ഞാൻ ചിലപ്പോൾ പുള്ളിക്ക് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പല പ്രാവശ്യം വിളിച്ചപ്പോൾ പുള്ളി എടുക്കുന്നില്ല, അത് ബ്ലോക്കാക്കി. എൻ്റെ കുഴപ്പമല്ല. ദിലീപിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ലാൽ സാറ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിൽ ഒരാൾ ദിലീപ് ജിയാണ്. ഞാൻ പിന്നെ ഞങ്ങളെല്ലാം മേരിക്കൊണ്ടു കുഞ്ഞാട്ടിനകത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് എന്നൊക്കെ വിളിച്ച് ഞാൻ പുള്ളി പോകുമ്പോഴത്തേനും വിളിച്ചിട്ട് പറയുന്നുണ്ട് സാധനം അല്ല. ഓ ചേട്ടാ ഇറന്നിട്ടല്ലേ നീ തരാത്ത എന്താടാ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പറയാം. അത് കഴിഞ്ഞ് വേറെ സാധനം ഞാൻ അതിനുള്ള സിനിമയിൽ ഇല്ലാത്ത ഒരു സാധനമാണ്. എൻ്റെ ഇല്ല മറ്റേ കൂട്ടാ. വെരി ഗുഡ്. ഈ വെരി ഗുഡ് ഒന്നും ഇല്ല അതിനകത്ത്. പുള്ളി എന്നോട് പിന്നെ വെരി ഗുഡ് ചുമ്മാ പറഞ്ഞ. പക്ഷേ പുള്ളി ഭയങ്കര ഗ്രേറ്റ് കോമഡി, നല്ല ഇതുള്ള ആളാണ്. പക്ഷേ പുള്ളിക്കൊരു ദുരന്തം അത് തന്നെയല്ല, പുള്ളിക്കൊരു ദുരന്തം വരികയില്ല. ഞാനാ പറയും, ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, ചുമ്മാ ഒന്നുമില്ല. പുള്ളിക്കൊന്നും വരികയില്ല. കാരണം നല്ല മനുഷ്യ സ്നേഹിക്കും. പുള്ളിയുടെ ഫാദർ എൻ്റെ വലിയ സുഹൃത്ത് അപ്പുച്ചേട്ടൻ ആലുവയില്ല. പുള്ളിക്ക് നമ്മൾ വലിയ കമ്പനി സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പുച്ചേട്ടൻ്റെയൊക്കെ ആ നല്ല മനസ്സ്. പുള്ളി നല്ല ശുദ്ധനായ മനുഷ്യനാണ് ആലുവയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദിലീപൊക്കെ ഭയങ്കര ഗ്രേറ്റാണ്. ഞങ്ങൾ ഒരു കാലത്ത് എല്ലാ പടത്തിലും എന്നെ വിളിക്കാറുണ്ട് ദിലീപേ. പിന്നെ വിളിക്കുന്നില്ല, എനിക്ക് എന്നാന്നറിയില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദിലീപ് എൻ്റെ ജീവൻ്റെ ജീവൻ. ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ചങ്ക് തുറന്ന് ഹൃദയം തുറന്ന് ദൈവം ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും പുള്ളി കേൾക്കും. ഈ വിളി. ജയറാമിനെ കുറിച്ച് ഇങ്ങനെ 1000 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല അറിയാത്ത ആരാ ഉള്ള ഇനി. ജയറാമായിട്ട് ഞങ്ങൾ ഒത്തിരി പഠിച്ചത്. അത് സുരേഷ് ഗോപി നമ്മുടെ ജീവനാ. അയ്യോ സുരേഷ് ഗോപി ചേട്ടൻ എൻ്റെ ഭയങ്കര സുരേഷ് ചേട്ടൻ എൻ്റെ ഭയങ്കര ജീവനാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ കാരണം എനിക്ക് അമ്മയുടെ മെമ്പർഷിപ്പ് എന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ പല സിനിമകളിലും യുവതുർക്കിയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് യുവതുർക്കിയുടെ കാര്യം പറഞ്ഞോ. യുവതുർക്കി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സുരേഷിനോട് ചലോ ഡൽഹി എന്ന് പറഞ്ഞ അവാർഡ് മേടിക്കാൻ പോകുന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കിട്ടി, പുള്ളിക്ക് അവാർഡ് കിട്ടി. അത് ആ വർഷം അത് കഴിഞ്ഞ് നെക്സ്റ്റ് കിട്ടി.
പിന്നെ എന്നോട് ഭയങ്കര അവാർഡ് കിട്ടുമെന്നുള്ളത് നേരത്തെ പ്രവചിച്ചത് ആളാ. ഞാൻ പറഞ്ഞു അത് പുള്ളിയോട് ചോദിച്ചു പോലും പറഞ്ഞു കാണത്തില്ല. പുള്ളിയോട് എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കൂ, താലിബാല ചെലോ ഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. പിന്നെ ഞാൻ ഒരിക്കലും ആരെയും ശല്യം ചെയ്യാനും ഇടിച്ചു കയറി, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണാം ഇടിച്ചു കയറി, ഞാൻ അങ്ങനെ പോകത്തില്ല. എൻ്റെ മനസ്സിൽ ആ മനുഷ്യൻ്റെ നന്മ, ആ മനുഷ്യൻ്റെ മനുഷ്യ സ്നേഹം, അദ്ദേഹത്തിനുള്ള ഏറ്റവും ഞാൻ പറഞ്ഞ മലയാള സിനിമയിൽ വളരെ വിരലിൽ എണ്ണാവുന്ന അപൂർവം പേരിൽ ഒരാളാണ് സുരേഷ് ചേട്ടൻ. എൻ്റെ സുരേഷ് ചേട്ടൻ ഞാൻ പറയും, പുള്ളിക്ക് പോലും അറിയില്ല എൻ്റെ സ്നേഹം. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ഒരിക്കൽ അവിടെ തിരുവനന്തപുരത്ത് വാ ഹരി അപ്പോൾ ഒന്ന് വാ വീട്ടിൽ വരണം ഭക്ഷണം, ഞാനവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു. എനിക്കത് സത്യം പറഞ്ഞ കുചേലൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോയി അവല് കൊടുത്ത പോലെ ആയിപ്പോയി ആ ഭക്ഷണം. ഇഡ്ഡലി തന്നു പുള്ളിയുടെ വൈഫ്, എന്ത് സ്നേഹമായിട്ട് ആ മനുഷ്യൻ്റെയൊക്കെ. അയാളൊരു സെയിൻ്റാണ്, സുരേഷ് ഗോപി ഒരു സെയിൻ്റാണ്. സത്യ മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാകാത്ത എന്താ, നന്മയുടെ നിറകുടമാണ് പുള്ളി, നന്മയുടെ. എനിക്കറിയാമൊക്കെ, ഞാൻ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പോയില്ല. ഇപ്പോൾ പാലായി ഷൂട്ട് നടക്കുകയല്ലേ, ഞാൻ പോയില്ല. മറ്റൊന്നും കൊണ്ടല്ലേ, ഞാനെന്ന ഭാവമല്ല, അഹംഭാവമല്ല. ഞാൻ അങ്ങനെ ഇടിച്ചു കയറി ഒരിടത്തും പോവുകയില്ല. ചെല്ലുമ്പം മറ്റുള്ളവരൊക്കെ കാണുന്ന ഓഡിയൻസൊക്കെ നമ്മളെ പുച്ഛിക്കുകയും പറ്റിക്കുകയൊക്കെ പലതുണ്ട്, അതുകൊണ്ട് ഞാൻ പോകില്ല. ഇന്ദ്രൻസ് ചേട്ടൻ്റെ രണ്ട് മുഖം കണ്ടു. ആദ്യം തയ്യൽ മെഷീനും തൂക്കിയെടുത്ത് സെറ്റിലേക്ക് വരുന്ന ആളിനെയും കണ്ടു, ഇപ്പം നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഇന്ദ്രൻസിനെയും കണ്ടു. ഗ്രേറ്റ് എന്താ അതിനെക്കുറിച്ച് പറയാം? അയ്യോ, അയാളിൽ ഒത്തിരി നന്മയുണ്ട്. ഞാൻ അന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ റൂമിൽ പുള്ളി ചെരുപ്പ് ഊരിയിട്ടിട്ടേ കയറി വരുള്ളൂ. ചെരുപ്പിടിയല്ല, അത്ര വിനയവും ഇതൊക്കെ ഉള്ള. പുള്ളിയുടെ ഫാദർ മരിച്ചപ്പോൾ ഞാൻ വിളിച്ചു പുള്ളി, അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. അത് ഞങ്ങൾ നമ്മൾ എത്ര ബന്ധമാണ്. ഇന്ദ്രൻസ് ആദ്യം പഠിത്തത്തിനകത്തൊക്കെ വരുമ്പോഴേ ചോള ചേടി എന്നൊക്കെ പറഞ്ഞ് ആ താരമൊക്കെ ചെയ്യുമ്പോൾ അത് പുള്ളിക്ക് നീന്തറിയത്തില്ല. വെള്ളത്തിൽ ചാടി, അത് കഴിഞ്ഞല്ലേ അറിയുന്നത് ഇയാൾക്ക് നീന്തറിയത്തില്ലെന്ന്. മരിച്ചുപോയതിനറിയോ, അത് അയാൾക്ക് അതിനോടുള്ളൊരു തീയില്ലേ, ആ തീയാണ് പുള്ളി ഇവിടെ എത്തിച്ചത്. ഏത് ഇവിടെ എത്തിച്ചത് ആ തീയാണ്, അഭിനയിക്കാനുള്ള തീ ഇന്ദ്രൻസ്. പക്ഷെ ആദ്യം ഒരു ചെറിയ റോള് കൊടുത്തത് സലീമലയിലാണ്. അതൊക്കെ അതെ, അല്ല അതല്ല എങ്കിലും ഭദ്രൻ സാറിന് പിന്നെ നമ്മുടെ എളിമ അയാളുടെ ജന്മസിദ്ധമായ ബ്ലഡിലുള്ളതല്ലേ. അതാണ് അയാളുടെ ഒരു കുടുംബ മഹിമ പോലെയാണ്. ഒരു കുഴപ്പമില്ല. ഇന്ദ്രൻ സാറിൻ്റെ ജങ്ക എനിക്കിഷ്ടമാണ്. സിനിമയിൽ ധാരാളം സുഹൃത്തുക്കളാണ്, അല്ല എല്ലാവരും എന്നെ ബ്രദറെന്ന് വിളിക്കും. അതുപോലെ നമ്മുടെ നന്ദു സ്പിറ്റിനകത്ത് അഭിനയിച്ച നന്ദുവൊക്കെ എൻ്റെ ഭയങ്കര ജീവനാണ്. എന്നോട് ഇങ്ങനെ ഒത്തിരി എനിക്ക് നന്മ ചെയ്യുക, നന്മയല്ല, എന്നോട് ഒത്തിരി കരുണ കാണിച്ച ഒരാളാണ് നന്ദു. മറക്കാൻ പറ്റില്ല അയാളൊക്കെ എവിടെ വലിയ ആളായിരിക്കും, പക്ഷേ ഞാൻ ചെറുതായിരിക്കും. പക്ഷേ എനിക്ക് സ്നേഹവും നന്ദിയും കടപ്പാടും. ഒരു ചായ ഒരാൾ മേടിച്ച് തന്നാൽ അവനെ നിങ്ങൾ മറക്കരുത്. ഒരു സെൻറ്റ് സ്ഥലം മേടിച്ച് തന്നാൽ അവനെ മറക്കരുത്. ഒരു വീട് വെച്ച് തന്നാൽ അവനെ മറക്കരുത്. ഒരു നേരത്തെ ആഹാരം തന്നാൽ വയറ് നിറയണമെന്നവന് അത് മറക്കരുത്. അതൊക്കെ മനുഷ്യർ വേണ്ടത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം മറക്കുകയല്ല മോനെ. എനിക്കുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെയും ഒരു കുഴപ്പമില്ല. മമ്മൂട്ടി സാർ ഇല്ലാത്ത സിനിമയിൽ മാറി നിൽക്കുന്നത് കൊണ്ട് മമ്മൂട്ടി സാറുണ്ടല്ലോ, അതൊക്കെ വന്നോളൂ. പുള്ളി വരുന്നേ, വരും. ഞാൻ വരുമോന്നില്ല എനിക്കറിയില്ല. പിന്നെ അവരൊക്കെ വന്ന് അല്ല, ഞാൻ പറയട്ടെ, മമ്മൂക്കയെ കുറിച്ചൊക്കെ ഞാൻ ഭയങ്കര ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിയൊന്നും ചിലപ്പോൾ എനിക്ക് തിരിച്ചത് കിട്ടുന്നില്ല. എനിക്കറിയില്ല എന്നാന്ന്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എത്ര സിനിമകളിൽ ഭൂതക്കണ്ണാടിയൊക്കെ ലോഹിയേട്ടൻ്റെ ആദ്യത്തെ പടമല്ലേ, 350 സിനിമ പേരെ വില്ലന്മാരെ സെലക്ട് ചെയ്തിട്ട് കിട്ടിയതാണ് എനിക്ക് ആ പടത്തിന്. ഡബിൾ റോളാണ്. പിന്നെ അതെ അല്ല, മമ്മൂക്കയാണ് അതിനകത്ത് വലിയ. പക്ഷെ മമ്മൂക്ക എന്നോട് ഭയങ്കര കോപ്പറേറ്റ്. അന്ന് സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കുക സെൻട്രൽ ജയിലിൽ. അപ്പോൾ അവിടെ വന്നപ്പം മമ്മൂക്ക പറഞ്ഞു, സുരേഷേ ഈ ചാലിപാല നല്ല നടനാണ് കേട്ടോ.
പുതിയതായിട്ട് വന്ന ആളാണ്, നല്ലവനാണ്, അവനൊന്ന് നല്ല റോള് കൊടുക്കണം കേട്ടോ. എനിക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞു ഒരാളാണ് മമ്മൂക്ക. പിന്നീട് എനിക്ക് കിട്ടിയിട്ടില്ല പുള്ളി. ഈ പാരമണിന്നുണ്ടോ ആരെങ്കിലും ഒക്കെ? പാര എല്ലാവരുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഒഴിച്ച് എല്ലാവരുടെയും പാര വെച്ചിരിക്കുക. സർവറിലുണ്ട് പാര. അത് എങ്ങനെ എപ്പോൾ എവിടെയാ വരുന്നതെന്ന് അറിയത്തില്ല. അതൊക്കെ വെച്ചോട്ടെ, നമ്മൾ ആര് വെച്ചാൽ അല്ല അതൊന്നും വരും. ചുമ്മാ പറയുന്നല്ലേ, പിന്നെ ചുമ്മാ പറയുന്ന ഡയലോഗ്. വേറെ കാര്യം പറയാം, എൻ്റെ അനുഭവം വെച്ച് പറയാം. നിൻ്റെ ഓരോ നെൽമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പക്ഷേ അത് ചുമ്മാ പറയുന്നത്. ആ നെൽമണിയിലോട്ട് വെക്കാൻ നേരത്തെ വേറൊരുത്തം പറയാം, ആരെയാ മറ്റേ ചാലിപാല വിളി, അയ്യേ അവരുടെ പിന്നെ അവനും ഒന്നും ഈ പ്രശ്നം കൺട്രോൾ പിടിക്കുമ്പോൾ കിട്ടുന്നില്ല, അത് അവരുമായിട്ട് മാറ്റിക്കളഞ്ഞു. ആ നെൽമണി അപ്പം എൻ്റെ നെൽമണി എവിടെ പോയി? അല്ലെങ്കിൽ ആ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ നെൽമണി എവിടെ പോയി? ഇതൊക്കെ ഇങ്ങനെ പറയുന്നുള്ളൂ. ചിലപ്പോൾ ബാക്കി ഇതിപ്പം പ്രകാശ് ശർമ്മയ്ക്ക് കിട്ടിയില്ലേ, ഭാഗ്യമാ. ആളെ ദൈവം അനുഗ്രഹിച്ചു, ആള് നടനായി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഭയങ്കര. ഞങ്ങൾ അതെപ്പോഴും തോന്നും. അല്ല മമ്മൂട്ടിയുടേതല്ല അത്, നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് പറ്റിയതല്ല. പക്ഷേ ചില വില്ലൻ, എനിക്ക് ദൃശ്യത്തിനകത്ത് ഷാജോൺ ചെയ്ത റോളിൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിലും വേറൊരു ചില മാൻട്രീസങ്ങൾ, ആ കൊച്ചിനോട് ചെയ്യുന്ന ക്രൂരതയും ആ പെണ്ണിനായിട്ട് ചെയ്യുന്നതൊക്കെ, ആ ചവിട്ടുന്നത്, അതൊക്കെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടേ. അത് പക്ഷേ അയാൾ എന്നെക്കാളും വലിയ നടന്ന ഷാജോൺ, എന്നെക്കാളും നടന്ന ഈ ഭൂമിയിൽ ഏറ്റവും ചെറിയ നടൻ ഞാൻ, തൂക്കത്തിൽ വലിയവൻ ഞാനാണ്. അല്ല ആഗ്രഹിക്കുന്നല്ല, അതൊക്കെ നമ്മുടെ ഒരു കിട്ടത്തില്ല. ആരും തരത്തുമില്ല. അതിനകത്തൊക്കെ ചില മാൻട്രീസങ്ങളുണ്ട് നമുക്ക് ആ കൊച്ചിനെ പിടിക്കുന്നതിന്. പക്ഷെ അയാളെക്കാളും വലിയ നടനല്ല ഞാൻ. ഷാജോൺ ഭയങ്കര നടനല്ലേ, ഭയങ്കര. എൻ്റെ വലിയ സുഹൃത്താണ്, എൻ്റെ കൂടപ്പുറപ്പാണ്. സിനിമ എന്ന് പറഞ്ഞ ലഹരിയാന്ന് പറഞ്ഞു. ലഹരിയല്ല, അതിനപ്പുറത്താണ്. അതിനകത്ത് ചെന്ന് ചാടിയാൽ പിന്നെ തിരിച്ച് കയറി പോരാൻ തോന്നുന്നു. മാൻട്രീസ് അല്ല, അതിനകത്ത് പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അവിടെ കുടുംബമോ മറ്റൊന്നും, എനിക്ക് കുടുംബമോ ബന്ധങ്ങളോ, എനിക്ക് ആദ്യം എൻ്റെ ഒന്ന് സിനിമ, 2 സിനിമ, 3 സിനിമ അല്ലാതെ ഒന്നും എനിക്കില്ല. സിനിമ അല്ലാതെ ഒന്നും എനിക്കില്ല എൻ്റെ ലൈഫിൽ. ഇനി ഉണ്ടാകത്തുമില്ല. ഞാൻ മരിക്കുന്ന ശവപ്പെട്ടിയിലും സിനിമ. ഞാൻ അഭിനയിക്കാത്ത വേഷങ്ങൾ എത്രയോ പേര്, ഞാൻ ചെയ്യാത്ത വേഷങ്ങളുണ്ടായിരിക്കാം പലരും. പക്ഷെ അവരൊക്കെ ചെയ്തോട്ടെ, ചെയ്യുമ്പോൾ അവരൊക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഇനി പാലായിൽ ഏതെങ്കിലും മുന്നണി വന്ന് സമീപിച്ച് ഇപ്രാവശ്യം അടുത്ത 2024 തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുമോ? ഞാനോ? ഞാൻ സിനിമയിൽ പോലും മത്സരം എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അഭിനയിക്കുന്നിടത്ത് മാത്രം നമ്മൾ നോക്കും, ചിലയിടത്ത് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആരോടും ഇല്ല എനിക്ക് ജീവിതത്തിൽ. എന്തായാലും നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹവും കേരളീയം ചാനലിനും അതിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ. കേരളീയം എന്ന് പറയുന്നത് നിലവിൽ വരട്ടെ, ലോകമറിയുന്ന ഒരു വലിയ ചാനലായി മാറട്ടെ. അന്ന് ഈ എളിയവനായി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്, എന്നെയും കൂട്ടുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.